വെൽക്കം ടു അൺ അക്കാഡമി. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ 2 മോക്ക് ടെസ്റ്റിലും കുട്ടികളുടെ എണ്ണം ഒന്നിനേക്കാൾ വളരെ കൂടി സെക്കൻഡിൽ. അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ 3rd മോക്ക് ടെസ്റ്റിൽ. അപ്പോൾ നമ്മുടെ ഈ അൺ അക്കാഡമിയുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനോട് സ്റ്റുഡൻസിനുള്ള ഒരു ആഭിമുഖ്യം, കമ്മിറ്റ്മെന്റ് ആണ് അതിലൂടെ ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായതുകൊണ്ടാണ് ഈ 3rd എഴുതിയ കുട്ടികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചത്. ഏതായാലും വളരെ നല്ല കാര്യം മക്കളെ, ശ്രദ്ധയോടെ എഴുതൂ. നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തായാലും അതിനകത്തുണ്ടാവും. 100% ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് അതിൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്ലീസ്. 1. ഓർഗാനിസം വിച്ച് ഈസ് ഓട്ടോട്രോഫിക് ബട്ട് ഡസ് നോട്ട് ഹാവ് പിഗ്മെന്റ് എന്നാണ്. ആള് ഓട്ടോട്രോഫ് ആണ്, പക്ഷെ എന്തല്ല, പിഗ്മെന്റ് ഇല്ല. ഓർക്കൂ. അപ്പൊ ഇതില് ഒന്നാമത്തേത് നൈട്രസോമോണാസ. നിങ്ങൾക്കറിയാം അതൊരു ബാക്ടീരിയ ആണ്. നൈട്രസോമോണാസും നൈട്രസോകോക്കസും നമ്മുടെ നൈട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ബാക്ടീരിയങ്ങളാണ്. അത് കീമോ ഓട്ടോട്രോഫാണ്, കീമോ സിന്തറ്റിക് ആണ്. അപ്പൊ എന്തില്ല, പിഗ്മെന്റ് ഇല്ല. ആൻസർ അതാണ്. നൊസ്റ്റോക്ക്, അനാബീന എന്ന് പറയുന്നത് ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്? സയനോ ബാക്ടീരിയയിൽ വരുന്നതാണ്. സയനോ ബാക്ടീരിയ, അവർക്ക് പിഗ്മെന്റ് ഉണ്ട്. അപ്പൊ അതല്ല ആൻസർ. ക്ലോറോബിയം അതൊരു ബാക്ടീരിയ ടൈപ്പ് ആണല്ലോ അല്ലെ, അവിടെയും പിഗ്മെന്റ് ഉണ്ട്. അപ്പൊ പിഗ്മെന്റ് ഇല്ലാത്ത ഓട്ടോട്രോഫിക് ഏതാണ്? നൈട്രസോമോണാസ് ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നൈട്രോകോക്കസ് വന്നാലും അതും എഴുതാം. ഓക്കെ, നെക്സ്റ്റ്. മാർക്ക് ദ ഇൻകറക്റ്റ് എബൌട്ട് വൈറോയിഡ്സ് ആണ്. ഇപ്പൊ വൈറോയിഡ്സിന്റെ ഇൻകറക്റ്റ് എന്താണ്? വൈറോയിഡ്സ് നമുക്കറിയാം, ടിയോഡൈനർ ഡിസ്കവർ ചെയ്തതാണ്. ഏത്? നമ്മുടെ വൈറോയിഡ്സ്. ഇത് വൈറസിനേക്കാൾ ചെറുതാണ്. ലോ മോളിക്കുലാർ വെയിറ്റ് ഓഫ് RNA, അതും ശരിയാ. ഹാസ് പ്രോട്ടീനേഷ്യസ് ഔട്ടർ മോസ്റ്റ് കോട്ട്, തെറ്റല്ലേ? ഇയാൾക്ക് എന്തില്ല? പ്രോട്ടീൻ കോട്ട് ഇല്ല, അത് തെറ്റാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 3 ആണ്. 94ന്റെ ആൻസർ സ്മോളർ ദാൻ വൈറസ്. വളരെ കറക്റ്റ് ആണ്. ഇത് കണ്ടെത്തിയത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്, PST എന്ന് പറയും. ഈ ഡിസീസുമായുള്ള അഥവാ ആ ഡിസീസിന്റെ കണ്ടുപിടുത്ത അതിന്റെ റിസർച്ചിലാണ് ഈ ഒരു ഓർഗാനിസത്തെ സയന്റിസ്റ്റ് ഡൈനർ നോട്ട് ചെയ്തു. സോ ആൻസർ 3 ആണ്. 95. പാലഡ് പാർട്ടിക്കിൾസ് ഓർ റൈബോസോം. 1953 ജോർജ് പാലേഡ് റൈബോസോമുകളെ കണ്ടെത്തിയത്. റൈബോസോമിന്റെ പ്രത്യേകത സ്മോളസ്റ്റ് ഓർഗനല്ലെയാണ് റൈബോസോം. 2. പ്രൊകാരിയോട്സിലും യൂകാരിയോട്സിലുള്ള ഒരേ ഒരു ഓർഗനല്ലെയാണ് റൈബോസോം. 1. മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. കറക്റ്റ്, അതാണ് ആൻസർ. സെക്കൻഡ് എന്ത്? ലാർജസ്റ്റ് സെൽ ഓർഗനല്ലേ? അല്ല. ഫൗണ്ട് ഇൻ യൂകാരിയോട്ട്, നോട്ട് ഇൻ പ്രോ, തെറ്റാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. 70 years അതേപോലെ 80 years ആണ് വ്യത്യാസം, അറിയാം. ദെൻ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓൺലി. ഓക്കെ, ദെൻ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ്. 96. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ്. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീൻ എവിടെയാണ് വരുന്നത്? നമുക്കറിയാം സെൽ സൈക്കിളിൽ ഇന്റർഫേസ് ഉണ്ട്, M ഫേസ് ഉണ്ട്. അതിൽ ഇന്റർഫേസിലാണ് ഇതിന്റെ സിന്തസൈസ് നടക്കുന്നത്. അതാണ് S ഫേസ്. S എന്ന് പറഞ്ഞാൽ സിന്തസൈസിങ് ആണ്. അവിടെ DNA റെപ്ലിക്കേഷനോ DNA സിന്തസൈസിങ്ങോ നടക്കുന്നു. സോ ആൻസർ ഈസ് 2. 96ന്റെ ആൻസർ 2 ആണ്. 97. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ഈസ് കോൾഡ് സിനാപ്സിസ്. കറക്റ്റ്. ദിസ് ലീഡ്സ് ടു ഫോർമേഷൻ. അപ്പൊ ഇത് വരുന്നത്, അങ്ങനെ ലീഡ് ചെയ്താൽ അത് വരുന്ന ഏതാ? ബൈവാലന്റ് ഓർ ടെട്രാഡാണ്. നിങ്ങൾ ഓർമ്മിക്കുക, ഇത് പലപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് നടക്കുന്നു. ഏതിലായിരുന്നു? അത് പാക്കിറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ അല്ലേ? അതിന്റെ ആക്ച്വൽ പെയറിംഗ് നടക്കുന്നത് സൈഗോട്ടീനിലാണ്. പക്ഷെ അത് ക്ലിയർ ആവുന്നത് പാക്കിറ്റീനിലാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 2 ആണ്. ബൈവാലന്റ് ഓർ ടെട്രാഡ്. 98. What is the characteristic inflorescence found in Asteraceae family? Asteraceae എന്ന് പറയുന്നത് സൺഫ്ലവർ ഫാമിലി, നമ്മുടെ സൂര്യകാന്തി കുടുംബം. നിങ്ങൾക്കറിയില്ലേ, ഏറ്റവും വലിയ ഡൈക്കോട്ട് ഫാമിലിയാണ് ആസ്റ്ററേസിയെ, സൂര്യകാന്തി കുടുംബം.
അതിൽ വരുന്നത് റസീം ആണോ? റസീം എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? കോമണായ ടൈപ്പാണ് റസീം. നമ്മുടെ റെസിമോസ് ഇല്ലേ, അതിൽ വരുന്ന സിമ്പിളായ ടൈപ്പാണ്. അതല്ല. സ്പൈക്ക്, അതും അതിൽ വരുന്നതാണ്. ക്യാപിറ്റുലം, ഇതെല്ലാം റെസിമോസിലാണ് വരുന്നത്. പക്ഷേ ഈ ഇൻഫ്ലോറസൻസിന്റെ പേര് ക്യാപിറ്റുലം എന്നാണ്. അതിന് വേറൊരു പേരുണ്ട്, ഹെഡ് ഇൻഫ്ലോറസൻസ്, ക്യാപിറ്റുലം ഓർ ഹെഡ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ കൊടുത്തിരിക്കുന്ന 4 നമ്മുടെ റെസിമോസിൽ വരുന്നതാണ്. ബേസിക്കലി 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ് ഉണ്ട് മെയിൻ ആയിട്ട്, വേറെ ഉണ്ട് കേട്ടോ. രണ്ടൊന്ന് പറയുന്നത്, ഒന്ന് റെസിമോസ് ആണ്, മറ്റൊന്ന് സൈമോസ് ആണ്. റെസിമോസിന്റെ പെടങ്ങൾ എന്തേ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? അക്രോപീറ്റലാണ്. മറ്റാളുടെ നേരെ തിരിച്ചാണ്. ആരുടേത്? സൈമോസിൻ്റെത്. സോ ഇതിന്റെ ആൻസർ 3 ആണ്. ഓൾ ഓഫ് ദിസ് 4, 4 വരുന്നത് റെസിമോസ് എന്ന ബേസിക് ആയ ഇൻഫ്ലോറസൻസിൽ. ദെൻ 99, സുപ്പീരിയർ ഓവറി ഈസ് സീൻ. ഇത് നമ്മുടെ മോർഫോളജിയിൽ വരുന്ന ക്വസ്റ്റ്യനാ. ഓവറിന്റെ പൊസിഷൻ അനുസരിച്ച് ഫ്ലവറിനെ 1, 2, 3 3 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. 1 ഹൈപ്പോഗൈനസ് ഫ്ലവർ, ഓർക്കുന്നുണ്ട്. 2 പെരിഗൈനസ് ഫ്ലവർ. 3 എപ്പിഗൈനസ് ഫ്ലവർ. എന്താ വ്യത്യാസങ്ങൾ? ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ ഓവറി എന്താണ്? സുപ്പീരിയർ ആണ്. പെരിഗൈനസിൽ ഓവറി സെയിം പൊസിഷനാണ്. എപ്പിഗൈനസിൽ ഓവറി എന്താണ്? ഇൻഫീരിയർ ആയ ഓവറിയാണ്. 3 ടൈപ്പാണ് അവിടെ. അപ്പൊ സുപ്പീരിയർ ഓഫ് ഓവറി ഈസ് ഇൻ കുക്കുർബിറ്റ്. കുക്കുർബിറ്റയിൽ സുപ്പീരിയർ അല്ല, ഓവറി ഇൻഫീരിയർ ആണ്. എന്ന് പറഞ്ഞാൽ എപ്പിഗൈനസ് ആണ്. ഓർമ്മിക്കുക, ഇത് എപ്പിഗൈനസ് ആണ്, ഇൻഫീരിയർ ആണ്. ഇത് ആൻസർ അല്ല. സെക്കൻഡ് പ്ലം ആണ്. നമ്മുടെ NCERT വളരെ പെർഫെക്റ്റ് ആയിട്ട് വരികയും മുമ്പ് ഓൾ ഇന്ത്യ മെഡിക്കൽ AIPMTക്ക് ചോദിക്കുകയും ചെയ്തു. പ്ലമ്മും അതേപോലെ റോസും പീച്ചും, ഇത് രണ്ടും വരുന്നത് ഏതിലാണ്? പെരിഗൈനസിലാണ്. ഹാഫ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ചൈന റോസ് ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? ചൈന റോസ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഫാമിലി മെജോറിറ്റിയും ഓവർ സുപ്പീരിയർ ആണ്. അപ്പൊ അങ്ങനെയും നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സുപ്പീരിയർ, ഇൻഫീരിയർ, അതേപോലെ ഹാഫ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ. ഓക്കെ, സോ 99ന്റെ ആൻസർ ഏതാണ്? 3 ആണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100 ആണ്. നോക്കൂ, അത് നമ്മുടെ അനാട്ടമിയിലെ ക്വസ്റ്റ്യനാ. അനാട്ടമി നമുക്ക് ഒഴുകാൻ പറ്റില്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടല്ലേ അനാട്ടമി. ഓൾ ഓഫ് ദ ഫോളോയിങ് കമ്പോണന്റ് സൈലം ആർ ഡെഡ് എക്സെപ്റ്റ്. സൈലത്തിൽ 4 പേരുണ്ട്. നിങ്ങൾക്കറിയാം സൈലം എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി സൈലം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ടിഷ്യൂസാ. വ്യത്യസ്ത സ്വഭാവമുള്ള പലതും അല്ലെ, ഒരു കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് ആര്? സൈലം. ഇപ്പൊ ട്രക്കീഡ്, ബെസല്, പാരൻ ഒക്കെ ഉണ്ട്. ഇതിൽ നോൺ ലിവിങ് ആണ് 3 പേര്. പാരൻ കഴിയുമ്പോൾ മാത്രമേ അവിടെ എന്തുള്ളൂ? ലിവിങ് ഉള്ളൂ. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 2, സെക്കൻഡ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റീൽ. എന്താ സ്റ്റീല്? അനാട്ടമി തന്നെ വരുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ഡെഫിനിഷൻ കേൾക്കണ്ടേ? നമ്മുടെ NCERT ഡെഫിനിഷൻ പറയട്ടെ. ഓൾ കമ്പോണൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഇൻസൈഡ് ആരാ? എൻഡോഡർമിസ. എൻഡോഡർമിസിന്റെ ഉള്ളിലുള്ള എല്ലാ ടിഷ്യൂസിനും പറയുന്ന പേരാണ് എന്ത്? സ്റ്റീൽ. ഓൾ ടിഷ്യൂസ് ഇൻസൈഡ് എൻഡോഡർമിസ. അപ്പൊ ഒരു ചോദ്യം, നോട്ട് ദ പാർട്ട് ഓഫ് സ്റ്റീൽ എന്ന എൻഡോഡർമിസിന്റെ ഉള്ളിലാണ്. പിത്ത് എൻഡോഡർമിസിന്റെ ഉള്ളിലാണ്. അത് ഏതിൽ വരില്ല? സ്റ്റീലിൽ വരുന്നില്ല. വാസ്കുലർ ബണ്ടിൽ വരുന്നില്ല. പെരിസൈക്കിൾ വരുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? എൻഡോഡർമിസ്. ഓർമ്മിച്ചോളൂ. ഈ ക്വസ്റ്റ്യൻസിൽ ഇത് കീയിൽ വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് നമ്മുടെ സ്റ്റീൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 ഓപ്ഷൻ കൊടുത്താൽ ഏത് എഴുതണം? പെരിസൈക്കിൾ എഴുതണം. അപ്പൊ നിങ്ങൾ എൻഡോഡർമിസ് മാർക്ക് ചെയ്യരുത്. ശ്രദ്ധിക്കുക, എൻഡോഡർമിസിന്റെ ഉള്ളിൽ മാത്രമാണ്. അപ്പോൾ സ്റ്റീലിന്റെ ഔട്ടറിൽ നമുക്ക് ആരെ പ്രിഫർ ചെയ്യാം? ആരെ പരിഗണിക്കാം? പെരിസൈക്കിളിനെ പരിഗണിക്കാം. ഓക്കെ, 1 നോട്ട് 2. മാർക്ക് ദ റോങ്ലി മാച്ച്ഡ് പെയർ. ഏതാണ് റോങ്ലി മാച്ച്ഡ് ദ പെയർ? പൈനസ്. പൈനസ് മൊണീഷ്യസാ. ജിംനോസ്പേംസിന്റെ പ്രത്യേകത, എല്ലാ ജിംനോസ്പേമും ഉണ്ട്. ഐഷ്യസ, മെയിലും ഫീമെയിലും വേറെ വേറെ പ്ലാന്റിലാ. പക്ഷേ പൈനസ് അതിൽ നിന്ന് വ്യത്യസ്തനാണ്.
അങ്ങനെ വ്യത്യസ്തനായ ഒരു മെമ്പറാണ് ആര്? പൈനസ് മൊണീഷ്യസ. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺ ഫൗണ്ട് ഇൻ ദ സെയിം പ്ലാന്റ്. അപ്പോൾ ഇത് ശരിയാണ്, തെറ്റല്ല. ഫ്യൂണേറിയ നോ വാസ്കുലർ ടിഷ്യൂ. കുട്ടികളെ എപ്പോഴും പിള്ളേർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഫ്യൂണേറിയയും അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂക്കസും ആ പ്ലാന്റ് എല്ലാം തെറ്റിക്കും. കാരണം ഫ്യൂണേറിയ എന്ന് അതേപോലെ ഫേണ് മൂന്നും തെറ്റിക്കും. ഫ്യൂണേറിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിൽ വരുന്നതാ. ഉടനെ നിങ്ങൾ ആ പേര് വരുമ്പോഴേക്ക് കണക്ഷൻ കൊടുക്കണം. ബ്രയോഫൈറ്റ് ആണ്, അത് നോൺ വാസ്കുലർ ആണ്. കറക്റ്റ് ആണ്. ഫസ്റ്റ് നോൺ വാസ്കുലർ പ്ലാന്റ് ഗ്രൂപ്പാണ് ആര്? ബ്രയോഫൈറ്റ്. യൂക്കാലിപ്റ്റസ് സീഡ്സ് ബട്ട് നോട്ട് ഫ്രൂട്ട്സ്. ഓർമ്മിക്കുക, യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത് ഒരു ആൻജിയോസ്പേം ആണ്, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ആൻജിയോസ്പേം എന്ന് പറയുന്നത് കവേർഡ് സീഡാ, സീഡ് വിത്ത് ഇൻ ദി ഫ്രൂട്ടാ, പഴങ്ങളുള്ള പൂക്കളുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? മൂന്നാണ്. മൂന്നാമത്തേത് ഇൻകറക്റ്റ്ലി ആണ്. അപ്പൊ അത് വേണ്ടിയിരുന്നില്ല. സാൽവീനിയ. സാൽവീനിയ എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ, ഹെറ്ററോസ്പോറസ. പല എക്സാമുകൾക്കും വന്നൊരു ചോദ്യമാണ്. ഹെറ്ററോസ്പോറസ്, സെലാജിനല്ല ആൻഡ് സാൽവീനിയ. എന്താ ഹെറ്ററോസ്പോറസ്? സീഡ് ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാ. എന്താണെന്നറിയോ? ദി ഫോർമേഷൻ ഓഫ് ഹെറ്ററോസ്പോറി ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. അതാണ് മൈക്രോ ആൻഡ് മെഗാ എന്ന് പറയുന്ന ഗമീറ്റ് വരണ്ടേ. ആ ഹെറ്ററോസ്പോറി ആദ്യം കാണപ്പെടുന്നത് സീഡ് ബിയറിംഗിൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലായ ഈ ടൈപ്പ് പ്ലാന്റ്സിലാണ്. ഓക്കെ, 103. എഗ് അപ്പാരറ്റസ് ഹാസ് 3 cells. നമ്പർ ഓഫ് എഗ് സെൽ ഇൻ ആൻഡ് ആർ പ്ലോയിഡി ലെവൽ. നോക്കൂ, അതാണ് ക്വസ്റ്റ്യൻ. എഗ് അപ്പാരറ്റസ്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലും കാണാം, സെക്കൻഡ് ഇയറിലും കാണാം. സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതാണ് നമ്മുടെ എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കാണ് ഇതിനകത്ത്. ഇത് ഒരു എംബ്രിയോസാക്ക്. അതായത് ഇവിടെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻജിയോസ്പേമിന്റെ എംബ്രിയോസാക്കിൽ യുനോ ഹൗ മെനി സെൽസ് ആൻഡ് ഹൗ മെനി ന്യൂക്ലിയൈ. എത്ര സെൽസ് ഉണ്ട്, എത്ര ന്യൂക്ലിയൈ ഉണ്ട്? ഇത് നമ്മുടെ ചലാസൽ എൻഡാണ്. ഈ ചലാസൽ എൻഡിൽ 3 സെൽസ് ഉണ്ട്. എന്താ പേര്? ആന്റിപോഡൽസ്. ചലാസയില്. മൈക്രോപൈലില് ഇതാ 2 സൈനർജിഡും ആൻഡ് ആൾസോ ഒരു എഗ് സെല്ലുമുണ്ട്. ഇതാണ് എഗ്. ഇതാണ് എഗ്. ആൻഡ് ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് എന്ത് കാണാം? 2 പോളാർ ന്യൂക്ലിയേ കാണാം. ഇതാണ് ഒരു മെച്ചുറായ ആൻജിയോസ്പേമിന്റെ എംബ്രിയോസാക്ക്. ഈ 3 സെൽസ്, ഇത് 3 ഏത്? നമ്മുടെ ആന്റിപോഡൽസ് എന്ന് പറയുന്ന സെൽസ് ആണ്. ഇത് ലാർജ് സെൻട്രൽ സെല്ലാണ്. ഇതാണ് അതിനകത്തുള്ള 2 പോളാർ ന്യൂക്ലിയൈ. ആൻഡ് ദിസ് ഈസ്, ഇത് രണ്ടുമാണ് സൈനർജിഡ്സ് എന്ന് പറയുന്നു. ദിസ് ഈസ് ദി എഗ്. ഇതാണ് എഗ്. 7 സെല്ല് 8 ന്യൂക്ലിയസ്. നമ്മുടെ ക്വസ്റ്റ്യൻ, എഗ് അപ്പരറ്റസ് ഹാസ് 3 cells. നമ്പർ ഓഫ് എഗ് സെൽ. ഒരു സംശയം വേണ്ട, ഇതിനകത്ത് വളരെ പെർഫെക്റ്റ്. ഇതാ ഒരു എഗ് സെല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ എത്രയാണ്? എഗ് സെൽ 1. ആൻഡ് ഇതാ പ്ലോയിഡി, അതിന്റെ പ്ലോയിഡിയ എന്നാണ്. ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും ഹാപ്ലോയിഡ്. അത് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പൊ എഗ് N1, പ്ലോയിഡ് എത്രയാണ്? 1. സോ ആൻസർ ഈസ് 3. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഇത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഓർമ്മിക്കുക. നമ്മുടെ എഗ് അപ്പരറ്റസിൽ ഒരു എഗ് 2 സൈനർജിഡ്. ആ സൈനർജിൽ കാണപ്പെടുന്ന ഒരു പാർട്ടാണ്, ഒരു തിക്കനിങ്ങിനാണ് പറയാ. നമ്മൾ എന്ത് പറയുന്നു? ഫിലിഫോം അപ്പരറ്റസ്. എന്താ പേര്? ഫിലിഫോം അപ്പരറ്റസ്. ഇതും ഇതേപോലെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഈസ് എന്താണ് ഫിലിഫോം അപ്പരറ്റസ്? സെല്ലുലാർ തിക്കനിങ് ഫൗണ്ട് ഇൻ ദ മൈക്രോപൈലാർ എൻഡ് ഓഫ് സിനർജിഡ്സ്. സെക്കൻഡ് ഇയറിന്റെ NCERT ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. അതിന്റെ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അവിടെ. എന്താ ഫംഗ്ഷൻ അറിയോ? ഹെൽപ്സ് ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്. വളരെ ക്ലിയർ ആണ്, ഓർക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആണ്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് 4-5 ക്വസ്റ്റ്യൻസ് വേറെ കിട്ടി. ഗുഡ്. 104. ബിലോ
പിരമിഡ് റെപ്രസെന്റ്? എന്താണ് പിരമിഡ്? പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേസ് അടിഭാഗത്ത് ഫ്ലാറ്റ് ആയതും മുകളിലേക്ക് നാരോ ആയതുമാണ് പിരമിഡ്. ഇത് ഇക്കോളജിക്കൽ പിരമിഡാ. സെക്കൻഡ് ഇയറിന്റെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന പാർട്ടിയിലാണുള്ളത്. ചാൾസ് എൽട്ടൺ ആണ് പിരമിഡ് ഉണ്ടാക്കിയത്. ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കും, പിരമിഡിന്റെ ബേസിൽ ആരാണുള്ളത്? നോർമലി ബേസ് ഓഫ് ദ പിരമിഡ് കണ്ടെയ്ൻസ്, പിരമിഡിന്റെ ബേസിൽ എപ്പോഴും ഉണ്ടാകുന്നത് ആരായിരുന്നു? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് അതിന്റെ ബേസിലുള്ളത്. പ്രൊഡ്യൂസർ. അതിങ്ങനെ മുകളിലേക്ക് വരുന്നതനുസരിച്ച് ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി വരും. പ്രൊഡ്യൂസേഴ്സ്, പിന്നീട് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. ക്വസ്റ്റ്യൻ അതാണ്, ചോദിക്കാറുണ്ട്. ടിപ്പ് ഓഫ് ദ പിരമിഡ് കണ്ടെയ്ൻസ് ടേർഷ്യറി കൺസ്യൂമർ. ബേസ് ആരാണ്? പ്രൈമറി, അതായത് പ്രൊഡ്യൂസർ ആണുള്ളത്. ഫ്രം ബേസ് ടു അപ്പെക്സ്, ബേസ് നിന്ന് അപ്പെക്സിലേക്ക് പോകുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഓർഗനിസം ഡിക്രീസസ്, സൈസ് ഓഫ് ഓർഗനിസം ഇൻക്രീസസ്, എമൗണ്ട് ഓഫ് എനർജി ഡിക്രീസസ്. കണ്ടോ, ഒരു പോയിന്റിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ. ഇനി അത് റിവേഴ്സ് അടിച്ചാൽ വീണ്ടും 3 കിട്ടി, 6 ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള വളരെ ക്ലിയർ ആയ ഒരു ഡയഗ്രമാണ്. ഇത് എന്താണ് ഈ പിരമിഡ്? ഇത് അപ്രൈറ്റ് അല്ല, ഇൻവേർട്ടഡ് ആയ പിരമിഡ്. ചില കേസിൽ നമ്മുടെ പിരമിഡ് ഇൻവേർട്ട് ചെയ്യും. അപ്പൊ ഇതൊരു ഇൻവേർട്ടഡ് ആയ പിരമിഡാണ്. ഇൻവേർട്ട് ഗ്രാസ് ലാൻഡിലുള്ള പിരമിഡ് അതാണോ? അല്ല. ഇത് ഏതിലുള്ള പിരമിഡാണ്? പിരമിഡ് ഓഫ് ഗ്രാസ് ലാൻഡ് നമ്പർ ആണോ? അല്ല. പിരമിഡ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം ഓൺ ദ ബേസിസ് ഓഫ് ബയോമാസ്. അപ്പോൾ ഇൻ എൻ അക്വാട്ടിക് എക്കോസിസ്റ്റം pyramid of biomass is generally inverted. അതിന്റെ റീസൺ ആണ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരിക. ബിക്കോസ് സ്മോൾ നമ്പർ ഓഫ് പ്രൊഡ്യൂസർ ആണ്. ഇവിടെ പ്രൊഡ്യൂസറിന്റെ എണ്ണം കുറവാണ്. ആരുടെ എണ്ണ കൂടുതൽ? കൺസ്യൂമേഴ്സിന്റെ എണ്ണം, അതായത് അക്വാട്ടിക്കായ അനിമൽസിന്റെ എണ്ണം കൂടുതലാണ്. സ്മോൾ നമ്പർ ഓഫ് പ്രൊഡ്യൂസർ സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമർ. സോ ഈ പിരമിഡ് എന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഏതാ പിരമിഡ്? ബയോമാസ്. എവിടെയാണ്? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ്, മാർക്ക് ദ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് PS2 എന്നാണ്. ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് PS2. എന്താണ് PS2? നമ്മുടെ ഫോട്ടോസിസ്റ്റത്തിൽ, അതായത് ഫോട്ടോസിന്തസിസിൽ സൈക്ലിക് അതും അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നു. അവിടെ നിങ്ങൾ 2 ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 1, ഫോട്ടോ സിസ്റ്റം 2. ഓരോ ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നതും ഹൺഡ്രഡ്സ്, 100 കണക്കിന് പിഗ്മെന്റ് മോളിക്യൂൾസ് ചേർന്നതാണ്. പ്രോട്ടീൻ റിച്ച് ആണത്. അതാണ് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഫോട്ടോ സിസ്റ്റം 1 ആണ് നമ്മൾ PS1. ഫോട്ടോ സിസ്റ്റം 2 ആണ് PS2. 1ന്റെ റിയാക്ഷൻ സെന്റർ 700 nm നാനോമീറ്റർ ആണ്. 2ന്റേത് എത്രയായിരുന്നു? 680 നാനോമീറ്റർ ആണ്. നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഇൻകറക്റ്റ് അല്ലേ? ഫൗണ്ട് ഓൺ ദ സർഫേസ് ഓഫ് തൈലക്കോയ്ഡ് മെംബ്രെയിൻ. കറക്റ്റ് ആണ്. നോൺ സൈക്ലിക്കിൽ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു. ഇറ്റ് ഇൻവോൾവ്ഡ് ഇൻ നോൺ സൈക്ലിക്. റെഡിയാണ്. ദെൻ ഇവോൾവ് ഓക്സിജൻ. ശരിയാണ്. അബ്സോർപ്ഷൻ ഓഫ് മാക്സിമം 700 അല്ല. ഇയാളുടേത് എത്രയാണ്? 680 ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. തെറ്റാണ് ചോദിച്ചത്, ശരിയല്ല. 700 ആരുതാണ്? PS1ൻ്റെതാണ്. ഓക്കെ, 107. ഇത് നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പാക്കറ്റാ. വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. 1, ഗ്ലൈക്കോളിസിസ്. പല ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഗ്ലൈക്കോസ്, ലൈസിസ്, സ്പ്ലിറ്റിംഗ് ആണ് ഗ്ലൂക്കോസിൻ്റെത്. അപ്പൊ അത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്ലൂക്കോസിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാ. എന്ന് പറഞ്ഞാൽ സൈറ്റസോൾ. അപ്പോൾ നമുക്ക് നമ്പർ 3 അവിടെ മാർക്ക് ചെയ്യാം. നമ്പർ 3 എന്ത് ചെയ്യാം? നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. നമ്പർ 3 ആണ്. എൻഡ്. പിന്നുള്ളത് ഏതാ? ക്രബ്സ് സൈക്കിൾ ആണ്. ഏതായിരുന്നു? ക്രബ്സ് സൈക്കിൾ.
ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ്. ക്രബ്സ് എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ്. ദെൻ കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിലാണ്. കാൽവിൻ സൈക്കിൾ ഏതാണ്? ഫോട്ടോസിന്തസിസിലാണ്. ഇത് നടക്കുന്നു കാൽവിൻ സൈക്കിൾ. അപ്പൊ അത് സ്ട്രോമയിലാണ് നടക്കുന്നു. ഇൻ സ്ട്രോമ. ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ ലൈറ്റ് ഫേസിലാ. എവിടെ വെച്ചായിരുന്നു? ഗ്രാനൽ തൈലക്കോയിഡ്. ETS ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സോ നമ്മുടെ ആൻസർ ഇതിനകത്ത് 3 ആണ് വരുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്ന കുട്ടികളെ, നമ്മുടെ ഫോട്ടോസിന്തസിലും റെസ്പിറേഷനിലും കാർബൺ കോമ്പൗണ്ടിന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ, 6 കാർബൺ. ഓർക്കുക. മാച്ച്ഡ്, മിസ്മാച്ച്ഡ്. തന്നിരിക്കുന്നതിൽ നിങ്ങളോട് ഹൗ മെനി നമ്പർ ചോദിക്കും. ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. സെലക്ട് ദ ഓഡ് വൺ. സ്റ്റെപ്സ് ഓൺ കാൽവിൻ സൈക്കിളാ. കാൽവിൻ സൈക്കിളിൽ കാൽവിൻ എന്ന് പറയുന്നത് C3 സൈക്കിൾ. മെൽവിൻ കാൽവിൻ 1961 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കാൽവിന് C3 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്തതിന്. ക്ലോറല്ല എന്ന പ്ലാന്റിലാണ് സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. C14 എന്ന, അതായത് കാർബണിന്റെ 14ാമത്തെ ഐസോട്ടോപ്പ് C14 ആണ് ഉപയോഗിച്ചത്. അതൊക്കെ നമുക്കറിയാം. ഇവിടെ ഓഡ് വൺ ആണ്. റിഡക്ഷൻ ഉണ്ട്, കാർബോക്സിലേഷൻ ഉണ്ട്, റീജനറേഷൻ ഉണ്ട്. പക്ഷേ നാലാമത്തതില്ല. കാൽവിൻ സൈക്കിളിന്റെ ആദ്യത്തേത് കാർബോക്സിലേഷൻ ആണ്. പെൻറ്റോസ് ഷുഗറായ RuBPയെ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ടൊരു ഇന്റർമീഡിയറ്റ് ഉണ്ടായി. അത് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ആയ PGA ഉണ്ടായി. ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് കാൽവിൻ സൈക്കിൾ. പിന്നെ അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. NADPH ഉപയോഗിച്ച് റീജനറേഷൻ നടക്കുന്നു. ATP ഉപയോഗിച്ച്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതവിടെയല്ല. ട്രാൻസ്പോർട്ട് ഓഫ് മാലിക് ആസിഡ് ടു ബണ്ടിൽ ഷീത്ത്. ഇത് ഏതിലാന്നറിയോ? നമ്മുടെ C4 പാത്വേയില. H ആൻഡ് സ്ലാക്ക് പാത്വേയില ഇതുള്ളത് നമുക്കറിയാം. H ആൻഡ് സ്ലാക്ക് പാത്വേയിൽ ഒന്നാമത്തേത് കാർബോക്സിലേഷൻ, രണ്ടാമത്തേത് ഇതാണ് ട്രാൻസ്പോർട്ട്, 3 ഡീകാർബോക്സിലേഷൻ, 4 ട്രാൻസ്പോർട്ട്, 5 റീജനറേഷൻ. ഓർക്കുക, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 4, നാലാമത്തതാണ്. Then 109 ഫസ്റ്റ് എൻസൈം ഓഫ് ഗ്ലൈക്കോളിസിസ് ഓർ EMP. EMP എന്ന് പറഞ്ഞാൽ എംഡൻ, മേയർഹോഫ് ആൻഡ് പർനാസ് പാത്വേ നമ്മൾ പഠിച്ചു. വിച്ച് ഫോസ്ഫോറൈലേറ്റ്സ് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്നാണ്. ഫസ്റ്റ് എൻസൈം ആണ്. ഏതാണ് ഫസ്റ്റ്? ആൽഡലൈസ്, ഇനോലൈസ്, ഹെക്സോകൈനേസ്. കാരണം 6 കാർബൺ കോമ്പൗണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ആരാണ്? ഹെക്സോകൈനേസ് ആണ്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ മറ്റു സ്റ്റേജുകളിലാണ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ റെസ്പിറേറ്ററി കോഷ്യന്റ് ഈസ് മോർ ദാൻ 1. റെസ്പിറേറ്ററി കോഷ്യന്റിനെ നമുക്ക് RQ എന്ന് പറയുന്നു. എവോൾവ് ചെയ്ത കാർബൺ ഡയോക്സൈഡിന്റെ അളവും കൺസ്യൂം ചെയ്ത ഓക്സിജന്റെ അളവും തമ്മിലുള്ള റേഷ്യോ ആണ് RQ, റെസ്പിറേറ്ററി കോഷ്യന്റ്. നോർമലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞാൽ 6/6 1/1 ഈസ് ഈക്വൽ ടു 1 വരിക. ഇവിടെ ചോദിച്ചത് മോർ ദാൻ 1 ആണ്. ഫാറ്റിൻ്റെത് ലെസ് ദാൻ 1 ആണ്. പ്രോട്ടീൻ്റെത് ലെസ് ദാൻ 1 ആണ്, അഥവാ 0.9 ആണ്. കാർബോഹൈഡ്രേറ്റ് 1 ആണ്. ഓർഗാനിക് ആസിഡിൻ്റെത് മോർ ദാൻ 1 ആണ്. സോ 110ന്റെ ആൻസർ ഏതാണ്? 1 ആണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, നമ്മുടെ കമന്റ് ബോക്സിൽ വരാം, സർ എന്തുകൊണ്ടാണ് ഓർഗാനിക് ആസിഡിന് ഒന്നിൽ കൂടുതൽ? ബിക്കോസ് അതിന് കാരണമുണ്ട്. ആസിഡ് കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഓക്സിജൻ ദാൻ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനേക്കാൾ ഓക്സിജന്റെ എണ്ണം കൂടുതലാണ് ഓർഗാനിക് ആസിഡില്. സോ ഇറ്റ് കൺസ്യൂം ലെസ് ഓക്സിജൻ ഫോർ ഓക്സിഡേഷൻ. അതുകൊണ്ട് റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അവിടെ കൂടും. ക്ലിയർ? അതാണ് 110. 111 ഡാഷ് ഈസ് യൂസ്ഡ് ടു സ്പീഡ് അപ്പ് മൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രീങ് ഇൻഡസ്ട്രി. റെസ്പിറേഷനിൽ വരുന്ന
ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മാൾട്ടിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്? വേറെ ആരുമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ആരാണ്? സൈറ്റോകിനിനാണോ? അല്ല, നമ്മുടെ ഗിബറില്ലിക് ആസിഡ് ആണ്. ഓക്സിൻ നിങ്ങൾക്കറിയാം അപ്പിക്കൽ ഡോമിനൻസും പ്രൊമോട്ടിംഗ് ആണ്. എത്തിലിനാണ് ഗ്യാഷ്യസ്, ഫ്രൂട്ട് റൈപ്പണിംഗ്. ഓക്കെ, ദെൻ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫൈറ്റോ ഹോർമോൺ. ഫൈറ്റോ ഹോർമോണിന്റെ ഇൻകറക്റ്റ് ആയതാണ് ചോദ്യം. ഓക്സിൻ ഈസ് ജനറലി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രോയിങ് അപ്പിസസ് ഓഫ് സ്റ്റെം. കറക്റ്റ് ആണ്, ഓക്സിൻ കറക്റ്റ്. കൈനറ്റിൻ ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. കറക്റ്റ് ആണ്. ഓട്ടോക്ലൈവ്ഡ് ഹെറിംഗ് സ്പേം എക്സ്പെരിമെന്റ് എന്നാണ് അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്, അറിയാം. എത്തിലിൻ ഈസ് എ സിമ്പിൾ ഗ്യാഷ്യസ് ഹോർമോൺ. എത്തിലിൻ ശരിയാണ്. ABA ഓൾവേസ് പ്രൊമോട്ട്. ഒരിക്കലുമില്ല. ABA നമ്മൾ എന്താ പൊതുവേ പറയാറ്? പ്രൊമോട്ടിംഗ് അല്ല. ABA എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്, ഇൻഹിബിറ്ററി ആണ്. സ്ട്രെസ് ഹോർമോൺ ആണ് ആര്? ABA. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 4 ആണ് മക്കളെ. ആൻസർ 4. 113. Which of the following may result in build-up of organic material? ഓർഗാനിക് മെറ്റീരിയൽ ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ് എന്തൊക്കെ? ഫോളോയിങ് മേ റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നു. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ്, ഏതൊക്കെ രൂപത്തിൽ വേണം? ലോ ടെമ്പറേച്ചർ ആൻഡ് അനൈറോബയോസിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബിൽഡപ്പ് ഓർഗാനിക് മെറ്റീരിയൽ? കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഡികമ്പോസിഷന്റെ പ്രോസസ്സ് സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ്. ബാക്കിയെല്ലാം വേഗത്തിലാണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? 113ന്റെ ആൻസർ 1 ആണ്. മാർക്ക് ദി ഓഡ് വൺ അബൌട്ട് പോളൻ ഗ്രെയിൻ ഓഫ് ആൻജിയോസ്പെർം. റെപ്രസെന്റ് മെയിൽ ഗാമറ്റോഫൈറ്റ്. കറക്റ്റ് അല്ലേ? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ആര്? പോളൻ ഗ്രെയിൻ. ആൻസർ കറക്റ്റ് ആണ്. ഹാർഡ് ഔട്ടർ ലെയർ മേഡ് അപ്പ് എക്സൈൻ ആണ്. അത് സ്പോറോ പോളനിനെ കൊണ്ടാക്കി. ശരിയാണ്. ജനറലി സ്പെരിക്കൽ. അതും ശരിയാ. ഇൻടൈനീസ് മേഡ് അപ്പ് ഓഫ് സ്പോറോ പോളൻ. തെറ്റാണ്. ഇതാണ് തെറ്റ്. എക്സൈൻ ആണ് സ്പോറോ പോളനിൻ. ഇൻടൈൻ ഏതുകൊണ്ടുണ്ടാക്കി? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സോ 4ാമത്തതാണ് തെറ്റ്. 119. ഇൻസെക്ട് പോളിനേറ്റഡ് അക്വാട്ടിക് പ്ലാന്റ്സ്. നോക്കൂ ഈശ്വര, 2 പോയിന്റ് ആണ് അവിടെ അല്ലേ? ഇൻസെക്ട് പോളിനേഷൻ നമ്മൾ പൊതുവേ പറയാറ് എൻറ്റമോഫില്ലി എന്നാണ്. നിങ്ങൾക്കറിയാം. എന്താ പൊതുവേ പറയാ? എൻഡമോഫില്ലി. എൻഡമോഫില്ലസ് ആണ് ഇൻസെക്ട്. എൻഡമോഫിലിയ അതാണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സാ. പൊതുവേ നമ്മുടെ ഫാബേസിയെ ഫാമിലി എല്ലാം ഇൻസെക്ട് പോളിനേറ്റഡ് ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചു ഇൻസെക്ട് പോളിനേഷനുള്ള അക്വാട്ടിക് പ്ലാന്റാ. അപ്പൊ അവിടെയും കുഴപ്പമായി. In angiosperm, hydrophily is restricted to ആരാന്നറിയോ? മോണോകോഡ്സ് ആണ്. അതും 30 ജെനിറ. എല്ലാത്തിലും ഇല്ല. മോണോകോട്ടില് 30 ജെനറയിലാണ് മക്കളെ ഏത് കൂടുതലായിട്ടുള്ളത്? ഹൈഡ്രോഫില്ലി ഉള്ളത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാ ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ. ഇവിടെ കൊടുത്തിരിക്കുന്ന 4 അക്വാട്ടിക് ആണ്. നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, 4 അക്വാട്ടിക്കാ. പക്ഷേ ഈ 4നെയും ബേസ് ചെയ്ത് നമുക്ക് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാലോ. കാരണം ഹൈഡ്രില്ലയും വാലിസ്നേറിയയും ഏതാണെന്നറിയോ? ഫ്രഷ് വാട്ടർ ആണ്. സോസ്റ്റിറ എന്ന് പറയുന്നത് സീഗ്രാസ, മറൈൻ ആണ്. നമ്മുടെ ആൻസർ ഏതാ? വാട്ടർ ഹയാസിന്ത് ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? വാട്ടർ ഹയാസിന്ത് ആണ് ആൻസർ. വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ ടെറർ ഓഫ് ബംഗാൾ, ഐക്കോർണിയ ക്രാസിപ്പസ് എന്ന് നമ്മൾ പറയുന്ന വാട്ടർ ഹയാസിന്ത്. ഇൻ വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി മക്കൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആമ്പൽ എന്ന് പറയുന്നു. നമ്മുടെ NCERT-യിലുണ്ട്. +2ന്റെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട് മക്കളെ. അത് രണ്ടും കേട്ടോ, ശ്രദ്ധിക്കണേ. ഇത് രണ്ടും അക്വാട്ടിക് പ്ലാന്റാ. പക്ഷെ ഏജന്റ് ആരാന്നറിയോ? ഒരാളല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസെക്ട് മാത്രല്ല, ഇൻസെക്ട് ആവാം, അല്ലെങ്കിൽ ആരാവാം? വിൻഡ് ആവാം, ആരുമാവാം. ശ്രദ്ധിക്കൂ, ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ നീറ്റ് എക്സാമിന് 2 കൊല്ലം പോകുന്ന ക്വസ്റ്റ്യൻ ആണ്.
വളരെ ശ്രദ്ധിച്ചോളൂ. യെസ്, നെക്സ്റ്റ് 119. ഇൻസെക്ട് പോളിനേറ്റഡ് അക്വാട്ടിക് പ്ലാന്റ്. ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ, വാട്ടർ ഹയാസിൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ. കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ നീറ്റിന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. ഏതാണ്? വാട്ടർ ഹയാസിന്ത. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. കുട്ടികളൊരു കാര്യം ഓർമ്മിക്കുക, അക്വാട്ടിക് പ്ലാന്റ് ആണ് അല്ലേ, പക്ഷെ ഏജന്റ് ആരാ? ഇൻസെക്റ്റ് ആണ്. അങ്ങനെ ഇൻസെക്റ്റ് പോളിനേറ്റ് ചെയ്യുന്ന ആ കണ്ടീഷൻ നമ്മൾ പറയുന്നത് എന്താ? പൊതുവെ എൻറ്റമോഫില്ലസ് എന്നല്ലേ? എന്താ പേര്? എൻറ്റമോഫില്ലി അല്ലെങ്കിൽ എൻറ്റമോഫില്ലസ് എന്ന് പറയുന്നു. മീൻസ് ഇവിടെ പോളിനേഷന്റെ ഏജന്റ് ആരാ? ഇൻസെക്റ്റ് ആണ്. അതാണ് എൻറ്റമോഫില്ലി എന്ന് പറയും. അപ്പൊ ഇവിടെ അക്വാട്ടിക് പ്ലാന്റാ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രില്ല, വാലിസ്നേറിയ 4 അക്വാട്ടിക്ക. ഈ 4 ഹൈഡ്രില്ലയും അതേപോലെ വാലിസ്നേറിയയും ഫ്രഷ് വാട്ടർ ആയ പ്ലാന്റ്സ് ആണ്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ശ്രദ്ധിക്കണേ, ഇത് രണ്ടും എന്താണ്? ഫ്രഷ് വാട്ടർ ആണ്. എന്നാൽ സോസ്റ്റിറ എന്ന് പറയുന്നത് എന്തേ? സീഗ്രാസ. സീഗ്രാസ് എന്ന് പറയുന്നതാണ് ആര്? സോസ്റ്റിറ. അപ്പൊ സീ എന്ന് പറയുമ്പോ മറൈൻ അല്ലേ? മാറിപ്പോണ്ട, മറന്നുകൊണ്ടല്ലേ? സീഗ്രാസസ, മറൈൻ ഗ്രാസ് എന്നും പറയാറുണ്ട് അതിനെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. സീഗ്രാസ് എന്ന് എ കോളത്ത് കണ്ടാൽ ബിയിൽ നിങ്ങൾ സോസ്റ്റിറേനെ മാർക്ക് ചെയ്തോളൂ. പിന്നെ വാട്ടർ ഹയാസിന്ത്, ഇത് അക്വാട്ടിക് പ്ലാന്റ് ആണ്. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു വീടാണ്, ഒരു കളയാണ്, അൺവാണ്ടഡ് പ്ലാന്റ് ആണിത്. ഐക്കോർണിയ ക്രാസിപ്പസ് എന്നാണ് ഇതിനെ പറയാറ് അല്ലെ? ആരാണ്? ഐക്കോർണിയ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുളവാഴ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഏത്? നമ്മുടെ വാട്ടർ ഹയാസിന്ത. ഇതും NCERT ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് രണ്ടും അക്വാട്ടിക് ആണ്. പക്ഷെ ഏജന്റ് ആരല്ല? വാട്ടർ അല്ല. പിന്നെ ആരാ? ഐദർ ഒന്നുകിൽ അവിടെ ഇൻസെക്റ്റ് ആവാം, ഇനി അതല്ലെങ്കിൽ അവിടെ ആരാവാ? വിൻഡ് ആവാം. ഓക്കെ, രണ്ടും വരാം. ഐദർ ഓർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് മുമ്പ് വന്നതാണിത്. പൊതുവെ അക്കോർഡിംഗ് ടു നമ്മുടെ NCERT പ്രകാരം ഹൈഡ്രോഫില്ലി ക്വയറ്റ് റയർ ആണ് ആൻജിയോസ്പേം. അതുള്ളത് മോണോകോട്ടിലാണ്. റെസ്ട്രിക്റ്റഡ് ടു 30 ജെനിറ. ധാരാളം ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള പോളൻസ്, ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? പോളൻ ഗെയിൻസ് ലോങ് ആണ്, കോയിൽഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ഫ്രം വാട്ടർ ബൈ മ്യൂസിലേജിനസ് തിക്കനിങ് അല്ലെങ്കിൽ ലെയർ കോട്ടിംഗ്. ശ്രദ്ധിക്കൂ. 120. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ അൽബുമിന സീഡ് എക്സെപ്റ്റ്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ടാക്സോണമിയിലും ഫസ്റ്റ് ഇയറിന്റെ മോർഫോളജിയിലൊക്കെ നന്നായിട്ട് തകർക്കുന്ന സാധന. ഓർമ്മിക്കുക. ഇതിൽ എന്താണ് ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായ എൻഡോസ്പേം. ആ എൻഡോസ്പേം എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന, റെസ്റ്റ് ചെയ്യുന്ന സീഡിനാണെന്ന് പറയാം? ആൽബുമിനസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻഡോസ്പേമസ് സീഡ് എന്ന് പറയും. ഇവിടെ കൊടുത്തിരിക്കുന്നു ഓൾ ഓഫ് ദം ആർ എക്സെപ്റ്റ് ആണ്. ഇവിടെ ആൽബുമിനസ് അല്ലാത്തത് ഏത്? വീറ്റ്, ബാർലി, പൊയേസിയെ ഫാമിലി നമുക്ക് പഠിക്കാനുണ്ട്. ഇത് രണ്ടും ഏതാണ്? ആൽബുമിനസ് ആണ്. ഗ്രൗണ്ട് നട്ട്, ഫാബേസിയെ നമുക്ക് പഠിക്കാനുള്ള പി ഫാമിലി. ഇതാണ് ഇതിന്റെ ആൻസർ. അത് നോൺ ആൽബുമിനസ് ആണ്, എക്സ് ആൽബുമിനസ് ആണ്, അങ്ങനെയൊക്കെ പറയാം. ഫാബേസിയയില് കടല, പയറ്, ചെറുപയറ് തുടങ്ങിയ ഒന്നിനും എന്തില്ല? അവിടെ എൻഡോസ്പേം ഇല്ല. കാസ്റ്റർ, ഇത് നമ്മുടെ +2ന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ കാണപ്പെടുന്ന റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ലൈനിലുള്ള ഡയഗ്രമാണ് ആര്? കാസ്റ്റർ. ആവണക്ക് എന്ന് പറയുന്ന കാസ്റ്റർ. ആ കാസ്റ്ററിൽ എന്തുണ്ട്? ആള് ഡൈക്കോട്ട് ആണ്, പക്ഷെ അവിടെ എന്തുണ്ട്? എൻഡോസ്പേം ഉണ്ട്. സോ അതും ഏതാണ്? ആൽബുമിനസ് സീഡ് ആണ്. 125. ഷുഗർ കെയിൻ ഷോസ് high efficiency of carbon dioxide fixation because it performs. എന്താ ഷുഗർ കെയിനിന്റെ പ്രത്യേകത? വേറെ എത്രമാത്രം പ്ലാന്റ്സ് ഉണ്ട്
നമ്മുടെ NCERT ഫോട്ടോസിന്തസിസിൽ ഷുഗർ കെയിനും സ്വർഗവും SORGHUM സ്വർഗം രണ്ട് പ്ലാന്റ്സിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് C4 എന്ന് പറയുന്ന ഹേച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ മക്കളെ, മറക്കരുതേ. അപ്പോൾ അതിന്റെ പ്രത്യേകത ഏതാണ്? ഹേച്ച് ആൻഡ് സ്ലാക്ക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഹേച്ച് ആൻഡ് സ്ലേക്ക് ആണ്. 125. കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണ്, എല്ലാത്തിലും ഉണ്ട്. EMP എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസ. എന്താ TCA സൈക്കിൾ എന്ന് പറയുന്നത്? ട്രൈ കാർബോക്സിലിക് ആസിഡ്. TCA എന്ന് പറയുന്നത് നമ്മുടെ ക്രബ്സ് സൈക്കിളാണ്, മറന്നു പോകരുത്. അതാണ് TCA. ഓക്കെ, then 130. Type of population interaction in which one species benefit, another is neither harmed nor benefited എന്ന. അതാണ് ഒരാൾക്ക് ഗുണമുണ്ട്, വേറെ ആൾക്ക് ഗുണമില്ല, ദോഷമില്ല. ഒന്ന് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മത്സരമാണ്. നിങ്ങളെല്ലാം ഇപ്പോൾ മെയ് 3 ആ കോമ്പറ്റീഷന്റെ മൂഡിലാണ്. ഞങ്ങൾ അക്കാഡമിയുടെ കൂടെ, ഞങ്ങൾ നിങ്ങളെ കൂടെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു കോമ്പറ്റേറ്റീവ് മൂഡിലാണ്. അപ്പൊ നമ്മുടെ NCERT ഓർഗാനിസംസ് പോപ്പുലേഷൻ പറയുന്നു കോമ്പറ്റീഷൻ രണ്ടു പേർക്കും എന്തേ നഷ്ടമാണ്. ഇത് നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഒരുപാട് കോമ്പറ്റീഷൻ നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. പാരസിറ്റിസം, പരാതങ്ങൾ അല്ലെ, ലൊറാന്തസ്, ഇത്തിൽക്കണ്ണി നമുക്ക് പറയാനുണ്ട്, പല പ്ലാന്റ് ഉണ്ട്. ഇവിടെ ഗസ്റ്റിന് ബെനിഫിറ്റ് ആണ്, ഹോസ്റ്റിന് നെഗറ്റീവാ. സോ ഇതുമല്ല. കമൻസാലിസം ബെസ്റ്റ് ആണ്, ഗസ്റ്റിന് ബെനിഫിറ്റ് ആണ്, ഹോസ്റ്റിന് നൈദർ ഹാംഫുൾ നോർ യൂസ്ഫുൾ. നമ്മുടെ എപ്പിഫൈറ്റ്, മരവാഴ, ഇതിന് എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ പ്രോട്ടോ കോപ്പറേഷൻ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മ്യൂച്വലിസം. ഇത് രണ്ടാൾക്കും ബെനിഫിറ്റ് ആണ്. സോ ആൻസർ ഏതാണ്? കമൻസാലിസം. 13ന്റെ ആൻസർ 3 ആണ്. 3. ഇക്കോളജിക്കൽ പിരമിഡ് ഓൾവേസ് അപ്രൈറ്റ്. ബയോമാസിനെ പോണ്ട്, അതല്ല, ഇത് പൊതുവെ ഇൻവേർട്ടഡ് ആയി കാണുന്നു. നമ്പർ ഇൻ എ ട്രീ എക്കോസിസ്റ്റം, അത് ചിലപ്പോൾ സ്ട്രെയിറ്റ് ആവാം, ചിലപ്പോൾ അത് സ്പിൻഡിലായിട്ട് മാറാം. പിരമിഡ് ഓഫ് എനർജി, അതാണ് ആൻസർ. പിരമിഡ് ഓഫ് എനർജി ആണ്. പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റാ. എന്താ കാരണം? പ്രൊഡ്യൂസർ എന്ന് കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നതനുസരിച്ച് എനർജിയുടെ അളവ് കുറയുന്നു. അപ്പൊ അങ്ങനെ കുറയുന്നത് കൊണ്ട് അത് എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. 132. റേറ്റ് ഓഫ് ഡികമ്പോസിഷൻ ഓഫ് ഡെട്രൈറ്റിസ് ഫാസ്റ്റർ. എന്താണ് ഡെട്രൈറ്റസ്? റോ മെറ്റീരിയൽ ഓഫ് ഡികമ്പോസിഷൻ ആണ് ഡെട്രൈറ്റസ്. റിച്ച് ഇൻ ലിഗ്നൻ ആൻഡ് കൈറ്റിൻ അല്ല. അപ്പോൾ അത് സ്ലോ ആവുക ചെയ്യുക. ലോ ടെമ്പറേച്ചർ പോരാ. ഇതാണ് ആൻസർ. വാട്ടർ സോളുബിളും അതേപോലെ നൈട്രോജീനസ് കോമ്പൗണ്ടും. സോ നമ്മുടെ ആൻസർ ഏതാണ്? 3. 3 അനേറോബിക്കിന് നടക്കില്ല, ഡികമ്പോസിഷൻ നടക്കില്ല. സോ ആൻസർ 3 ആണ്. 135. ലൈറ്റ് സാച്ചുറേഷൻ ഒക്കേഴ്സ് അറ്റ്. ഫോട്ടോസിന്തസിന്റെ ലാസ്റ്റില് ബ്ലാക്ക്മാന്റെ ലിമിറ്റിംഗ് ലോ. ലൈറ്റ്, കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റേണൽ ആയിട്ട് പറയുന്നു, പിന്നെ വാട്ടറും ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. സാച്ചുറേഷൻ, ലൈറ്റ് ഒരിക്കലും ലിമിറ്റിംഗ് ആവില്ല. ഇവിടെ നമുക്ക് പറയാം 10%. ഇവിടുത്തെ സാച്ചുറേഷൻ 10%. ലൈറ്റിന്റെ 10% മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. എന്നിട്ട് കാരണം ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ലിമിറ്റ് ചെയ്ത് പോവുക. സോ ഇതിന്റെ ആൻസർ എത്രയാണ്? 4. 135ന്റെ ആൻസർ 4. 4 74. ഗോൾഡൻ റൈസ് കണ്ടെയ്നിങ്. ഗോൾഡൻ റൈസ് ബയോടെക്നോളജി സെക്കൻഡാ. വൈറ്റമിൻ എ. ഗോൾഡൻ റൈസ് ഏതാണ്? വൈറ്റമിൻ എ എൻറിച്ച്ഡാ ഗോൾഡൻ റൈസ്. അതുകൊണ്ടാണ് ഇത് പല ട്രീറ്റ്മെന്റ്, നേത്രരോഗവുമായി ബന്ധപ്പെട്ട് കാഴ്ച വൈകല്യത്തിലൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. 75. 175. Which of the following components are used in gel electrophoresis? Biotech 1. എന്താണ് gel electrophoresis? It is the method of separation of DNA. നമ്മുടെ DNA
സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാ ബൈ യൂസിങ് ഇലക്ട്രിക് കറണ്ട്. ആൻഡ് മീഡിയം, ഒരു മീഡിയം വേണം. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നു. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് മീഡിയം വിത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി. സോ ജെൽ ഇലക്ട്രോഫോറസിസ്. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാ ആനോഡിലേക്ക് മൂവ് ചെയ്യും. നമുക്കതൊക്കെ അറിയാം. ഇവിടെ ക്വസ്റ്റ്യൻ, ഇതിലേതാണ് കറക്ഷൻ? എത്തിഡിയം ബ്രോമൈഡ്. യെസ്, എത്തിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചിട്ടാണ് അത് കാണുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ എത്തിഡിയം ബ്രോമൈഡാ. ഏതാണ്? എത്തിഡിയം ബ്രോമൈഡാ. റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് വേണ്ട. നമ്മൾ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിക്കാറില്ല. എക്സോ ഇല്ല, കട്ട് ചെയ്യണം. ഇത് വേണ്ട. അഗറോസ് ജെൽ, യെസ്, ഇതിന്റെ മീഡിയം അഗറോസ് ജെൽ. അത് മാത്രം എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് പേരതാ അഗറോസ് ജെൽ. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്താണ് അഗറോസ് ജെൽ? ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീ വീഡ്സ്. അതാണ് വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകളാ. സോ ആൻസർ അത് ശരിയാണ്. UV റേഡിയേഷൻ, അതും കറക്റ്റ് അല്ലേ? ഏതാണ്? UV റേഡിയേഷൻ. 1, 3, 4 കറക്റ്റ് ആണ്. ആൻസർ 4. മറ്റൊരു പോയിന്റ് ഉണ്ട്. UVന്റെ പ്രസൻസിൽ ഇറ്റ് റെപ്രസെന്റ് അപ്പിയറാസ് ബ്രൈറ്റ് ഓറഞ്ചാ. വെറും ഓറഞ്ച് അല്ല. NCERT അത് എടുത്തു പറയുന്നുണ്ട്. പലരും അത് ശ്രദ്ധിക്കാതെ എക്സാമിന് പോകാറുണ്ട്. ശ്രദ്ധിക്കൂ, ബ്രൈറ്റ് ഓറഞ്ച് കളർ, ബ്രൈറ്റ് ഓറഞ്ച്. ഇങ്ങനെയാണ് നമ്മുടെ ക്രോമസോമുകൾ അപ്പിയർ ചെയ്യാറ്, അഥവാ DNA ഫ്രാഗ്മെന്റ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട്. സോ നോക്കൂ, നമ്മുടെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിന്റെ ബോട്ടണിയും കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, പൂർണ്ണമായും സംതൃപ്തിയോടെ എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാരണം നമ്മുടെ ബോട്ടണിയുടെ എല്ലാ ചാപ്റ്റേഴ്സും ഈ 3 ടെസ്റ്റും കവർ ചെയ്യുന്നതോടുകൂടി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പി, സന്തോഷത്തോടു കൂടി തന്നെ ടെസ്റ്റ് എഴുതിയെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഉള്ള സമയം വളരെ ഫ്രീ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായി നിങ്ങൾ കൂളായി പരീക്ഷ എഴുതൂ. വളരെ നല്ല സ്കോർ 1 or 2 ഡിജിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നല്ല മാർക്ക് കിട്ടട്ടെ. അക്കാഡമി കോഴിക്കോട് ഉണ്ട്. താങ്ക് യു.